യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ രക്ഷകനെ നന്ദിയോടെ അങ്ങ് വാഴ്ത്തുന്നു, നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗതല ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാൻ സർവശക്തനായ ദൈവം അടിയുടെ ജീവിതത്തിനും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെ നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. വരാമരുന്ന ആപത്തനർത്ഥങ്ങൾ നിന്നൊക്കെ വിടുവിച്ച് ഐശ്വര്യം, ആരോഗ്യവും ബലവും ശക്തിയും തന്ന ജീവനോട് മധ്യത്തെ ശേഷിപ്പിച്ച ദൈവത്തിന്റെ കൃപകൾക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതകൾക്കായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം. നമ്മുടെ ദൈവം ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമത്രേ. സ്തോത്രം. ഹല്ലേലൂയ. സകല മാനത്തിനും പോയച്ചയ്ക്കും യോഗ്യനായ അർഹപ്പെട്ട കുഞ്ഞാടിനെ നമുക്ക് മഹത്വപ്പെടുത്താം. സ്തുതികളാലും സ്തോത്രങ്ങളാലും ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ മഹത്വം നമ്മുടെ മേൽ ചലിക്കുവാനായിട്ടിടയെത്തീരും. ദൈവീയ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ടിടയെത്തീരും. ഈ പൽക്കാലം നമ്മെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അത് ഇതിന്റെ സമയത്ത് സകലതും ഭംഗിയായി ചെയ്തു തരുന്ന സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ഒരു ഉറപ്പും ധൈര്യത്തോടും ഈ പൽക്കാലമായിരിക്കാം ദൈവിക വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ ദൈവം ഇടയാകട്ടെ. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഈ പൽക്കാലത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന ഭാഗം സ്തോത്രം. പ്രതിസന്ധിയുടെ നടുവിൽ സ്വദൂതനെ അയച്ച് വിടുവിക്കുന്ന ദൈവം. സ്തോത്ര. ഹല്ലേലൂയ. ഇന്ന് ജീവിതത്തിൽ ചിലപ്പോൾ ഏതെങ്കിലും പ്രതിസന്ധിയുടെ നടുവിലായിരിക്കും നിങ്ങളായിരിക്കുന്നത്. നിങ്ങളെ ആർക്കും വിടുവിപ്പാൻ കഴിയാത്ത സാഹചര്യത്തിന്റെ നടുവിലായിരിക്കും നിൽക്കുന്നത്. ഒരു സൈഡിൽ വെല്ലുവിളികൾ കടന്നു വരുന്നുണ്ടായിരിക്കാം, ഒരു സൈഡിൽ ഹല്ലേലൂയ മറ്റുള്ളൊരാൾ കടന്നു വരുന്ന പ്രതിസന്ധികൾ ജീവിതത്തിൽ കാണുമായിരിക്കാം. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തിന്റെ സന്നിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി സ്തോത്രം സ്വദൂതനെ അയച്ചു വിടുവിക്കുന്ന ഒരു സർവശക്തനായ ദൈവത്തെ എത്രേ ഈ പകൽക്കാലം ഞാനും നിങ്ങൾ ആരാധിക്കുന്ന. സ്തോത്രം. അതെ സ്തോത്രം. ആ ദൈവത്തിന്റെ കരം ഈ പകൽക്കാലം നമ്മുടെ ജീവിതത്തെ വെളിപ്പെട്ടു വരുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഈ പ്രതിസന്ധിക്കകത്തുനിന്ന് ഞാൻ എങ്ങനെ പുറത്തു വരും എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ആരും സഹായിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ, ആർക്കും ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ സ്തോത്ര തന്റെ ദൂതനെ അയച്ച് വിടുവിക്കുന്നതായ സർവശക്തൻ കൂടെയുണ്ട്. സ്തോത്രം. നാം പ്രതിസന്ധിക്കകത്ത് തളർന്നു പോകുകയല്ല, ദൈവത്തിലുള്ള ആശ്രയത്തെ നാം വർദ്ധിപ്പിച്ചുകൊണ്ട് ദൈവത്തെ സേവിക്കുവാൻ ഞാനും നിങ്ങൾ നിൽക്കുവാൻ തയ്യാറായ നമ്മെ വിടുവിച്ച് പുറത്തെടുക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 28-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ നെബൂഖദ്നേസർ രാജാവ് കൽപ്പിച്ചത്, സദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവൻ തന്നിൽ ആശ്രയിക്കുകയും സ്വന്തം ദൈവത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കത്തക്കവണ്ണ രാജകൽപ്പന കൂടെ മറുത്ത് തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത തന്റെ ദാസന്മാരെ അവൻ സ്വദൂതനെ അയച്ചു വിടുവിച്ചിരിക്കുന്നുവല്ലോ. ആമേൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയ ദൈവമക്കളെ, ഈ ഭാഗം നാം വായിക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, നെബൂഖദ്നേസർ രാജാവ് ഒരു പ്രാവശ്യം എബ്രായർ ബാലന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞങ്ങളെ വിടുവിക്കാൻ കഴിയുന്ന ദൈവൻ, നിങ്ങളെ വിടുവിക്കാൻ കഴിയുന്ന ദൈവൻ ആരെന്നൊരു ചോദ്യം. എന്നാൽ ആ ചോദ്യത്തിന് മറുപടി എന്നതുപോലെ ആ രാജാവ് പറഞ്ഞ ഒരു ഭാഗമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. തന്റെ ദാസന്മാരെ അവൻ സ്വദൂതനെ അയച്ചു വിടുവിച്ചിരിക്കുന്നുവല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഈ പൽക്കാലം വിശ്വസിക്കാമോ? നമ്മെ തകർത്ത് കളയും, അല്ലെങ്കിൽ നമുക്കെതിരായി കൽപ്പനകളും നിയമങ്ങളും കൊണ്ടുവന്നവരെ കൊണ്ട് തന്നെ നാം ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നുവെങ്കിൽ, നാം ദൈവത്തെ സേവിക്കുന്നതിൽ ഉറച്ചു നിൽക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, പ്രിയ ദൈവ പൈതലെ, ഈ പകൽക്കാലം വിശ്വസിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അവർ തന്നെ പറയും, നമ്മെ വിടുവിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്, സ്വദൂതനെ അയച്ച് ദൈവം അവരെ വിടുവിച്ചു എന്ന് സാക്ഷ്യം പുറത്തു വരുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഇവിടെ 3-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നെബൂഖദ്നേസർ രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ്.
കൽപ്പന ഇതുമാണ്. എന്താണ്? അവർ സ്തോത്രം ഒരു സ്വർണ്ണബിംബത്തെ ഉണ്ടാക്കാം. ആ സ്വർണ്ണബിംബം കാഹളം കേൾക്കുന്ന സാഹചര്യത്തിൽ എല്ലാവരും അതിനെ വീണ് നമസ്കരിക്കണം എന്നുള്ള ഒരു തീർപ്പ് കൽപ്പിക്കുന്ന ഒരു അനുഭവത്തെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്രകാരം അവർ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നപ്പോ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, എബ്രായർ ബാലന്മാരായ ഈ 3 പുരുഷന്മാർ എന്ത് ചെയ്യുന്നു? രാജാവ് പറഞ്ഞതനുസരിച്ച് ആ ബിംബത്തെ വീണ് നമസ്കരിക്കുവാനായിട്ട് തയ്യാറായില്ല. അപ്പോൾ രാജാവ് പറഞ്ഞിരിക്കുന്ന ഒരു തീരുമാനം ഇതാണ്: ആരെങ്കിലും ഈ ബിംബത്തെ വീണ് നമസ്കരിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ അവനെ എന്ത് ചെയ്യുന്നു? ആ തത്സമയം തന്നെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയും എന്നുള്ളൊരു തീർപ്പ് അവിടെ കൽപ്പിച്ചിരിക്കുന്നത്. ആ തീർപ്പ് നിൽക്കുമ്പോഴാണ് ആ സ്തോത്രം ഇവിടെ നമുക്ക് തിരുവചനത്തിൽ കാണാൻ സാധിക്കുന്നു. കൽദരുടെ അസൂയ നിറഞ്ഞ ഉപായങ്ങൾക്കോ അല്ലെങ്കിൽ നെബൂഖദ്നേസർ രാജാവിന്റെ ഭീഷണി സ്തോത്ര നിയമങ്ങൾക്കോ ഒന്നും എന്ത് ചെയ്യുന്നു? എബ്രായർ ബാലന്മാരെ ഭയപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നില്ല. കാരണം അവർക്കൊരു ഉറപ്പുണ്ടായിരുന്നു, അവർക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു. തങ്ങൾ സേവിക്കുന്ന ദൈവം ആരാണ്? സ്തോത്രം, ഹല്ലേലൂയ. ഈ പകൽക്കാലം പ്രിയ ദൈവ പൈതലേ, പ്രതിസന്ധിയുടെയും ഭാരങ്ങളുടെയും നടുവെ സ്തോത്രം ചഞ്ചലിച്ചു പോകുന്ന ഒരു ഹൃദയമല്ല നമുക്ക് വേണ്ടത്. അചഞ്ചലമായിരിക്കുന്ന ഒരു ഹൃദയത്തോടും ധൈര്യത്തോടും ഹല്ലേലൂയ നാം ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കണം. സ്തോത്രം. നാം ആയിരിക്കുന്ന ദേശങ്ങളിൽ, നാം ആയിരിക്കുന്ന രാജ്യങ്ങളിലെ ചിലപ്പോൾ പ്രതിസന്ധികൾ കടന്നു വന്നിരിക്കാം, നിയമങ്ങൾ നമുക്കെതിരെ കടന്നു വന്നിരിക്കാം. പക്ഷേ നിയമങ്ങൾ മാറുന്നതനുസരിച്ച്, തീരുമാനങ്ങൾ നമുക്കെതിരായി എടുക്കുന്നതനുസരിച്ച് കൊണ്ട് ഒരു ദൈവ പൈതൽ മാറുകയല്ല. സ്തോത്ര. അതിന്റെ നടുവിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് കഴിയണം. സ്തോത്ര. ഉറപ്പോടെ ധൈര്യത്തോടെ നിൽക്കുന്നവർക്ക് വേണ്ടി തന്റെ ദൂതനെ അയക്കുന്നതായ സ്വർഗത്തിലൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങൾ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കും. നിന്റെ കഷ്ടതയുടെ മധ്യത്തിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന ഒരു ദൈവമത്രേ കൂടെയുള്ളത്. പ്രിയ ദൈവ പൈതലേ, നിയമം എഴുതുന്നവർക്കോ ഇല്ലെങ്കിൽ നിന്റെ കൂടെ നിൽക്കാമെന്ന് പറയുന്നവർക്കോ നിന്റെ കഷ്ടതയും നിന്റെ അടുക്കൽ വരുവാനായിട്ട് കഴിയത്തില്ല. സ്തോത്ര. എന്നാൽ നിന്റെ ഏത് കഷ്ടതയുടെ നടുവിലും സ്തോത്ര തുണയായി കൂടെ ഇരിക്കുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതന്നെ, ആ ദൈവത്തെ സേവിക്കുന്ന ദൈവ പൈതന്നെ സ്തോത്രം നിലവരുടെ മധ്യത്തിൽ, അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രശ്നത്തിന്റെ മധ്യത്തിൽ ഹല്ലേലൂയ ദൈവത്തിന് മൗനമായിട്ട് ഇരിക്കുവാൻ കഴിയത്തില്ല. സ്തോത്രം. ആ സാഹചര്യത്തിൽ ദൈവം ഇറങ്ങി വരുവാനായിട്ട് ഇടയായിത്തീരും. ആ പ്രശ്നത്തിന്റെ അകത്തുനിന്ന് ഒരു കേടും പറ്റാതെ നിന്നെ പുറത്തെടുക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. ജഡത്തിന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് സങ്കീർത്തനം 56 കാണുവാൻ സാധിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നാം ആരിൽ ആശ്രയിക്കുക? നാം ദൈവത്തിൽ ആശ്രയിക്കുക. നാം ഭയപ്പെടരുത്. സ്തോത്ര. പ്രശ്നങ്ങൾ കാണുമ്പോൾ നാം ഭയപ്പെടരുത്, പ്രതികൂലങ്ങൾ കാണുമ്പോൾ നാം ഭയപ്പെടരുത്. സ്തോത്രം. ഹല്ലേലൂയ. ചിലപ്പോ പ്രതിസന്ധിയുടെ ആഴം വർദ്ധിച്ചെന്നിരിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ മടിവിലും നാം ഭയപ്പെടാൻ നിൽക്കുക. കാരണം എന്താ? ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? ഈ ലോകത്തിലെ സ്തോത്രം ഒരു ശക്തിക്കും പ്രിയ ദൈവ പൈതലേ നിന്നെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. സ്തോത്രം. നിന്നെ മേലുള്ള സകല അധികാരവും എന്റെ സ്വർഗത്തിലെ ദൈവത്തിനത്രേ ഉള്ളത്. സ്തോത്ര. ദൈവം അധികാരം കൊടുക്കാതെ നിന്നെ ഒന്നും ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. സ്തോത്രം. ഈ ലോകത്തിലെ ജഡത്തിനെ എന്ത് ചെയ്യാൻ കഴിയില്ല. അത് ഈ സ്തോത്രം ഈ പകൽക്കാലം സ്തോത്രം ചില പ്രതിസന്ധിയുടെ നടുവിലായിരിക്കാം നിങ്ങൾ ആയിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയട്ടെ, അവിടെ ഉറച്ചു നിൽക്കുക. സ്തോത്രം. ചഞ്ചലിച്ചു പോകാത്ത ഹൃദയവുമായിട്ട് ഈ ദൈവത്തെ സേവിക്കുമെന്നുള്ള ഉറപ്പോടു കൂടി നീ നിൽക്കുവാൻ തയ്യാറായ സ്തോത്രം അവർ കൂടെ നിന്നോടൊപ്പം നിന്ന് സ്തോത്രം ദൈവത്തെ വാഴ്ത്തത്തക്ക രീതിയെ ദൈവപ്രവൃത്തിയെ കാണുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എബ്രായർ ബാലന്മാർ അവരെ ആരാധിച്ച് ആ ബിംബത്തെ വീണ്ടും നമസ്കരിച്ചില്ല. അതിന്റെ പരമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വീണ്ടും എന്ത് ചെയ്യുന്നു? രാജാവ് അവരോട് ഇടപെടുന്നു, സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ കാണുന്നുണ്ട് വീണ ഇതെല്ലാം ഉയർത്തുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ബിംബത്തെ വീണ് നമസ്കരിക്കുവാൻ ഒരുങ്ങിയിരുന്ന നന്ന്, നമസ്കരിക്കാതിരുന്നാലോ ഈ നാഴികയെ തന്നെ നിങ്ങളെ ആ സ്തോത്രം എരിയുന്ന തീച്ചുളയുടെ ഇട്ടുകളയും. നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവൻ ആർ. സ്തോത്രം. അതേ ഒരു രാജാവ് അവിടെ പറയുന്നത്. സ്തോത്രം. നമുക്കറിയാം രാജാവിന്റെ കൽപ്പനയെ ആർക്കും മറത്തു നിൽക്കുവാനായിട്ട് കഴിയത്തില്ല.
പക്ഷെ ആ ഒരു സാഹചര്യത്തിലും ഇവിടെ എബ്രായ ബാലന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങൾ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം എത്ര പേർക്ക് ഉറപ്പുണ്ട്, ധൈര്യമുണ്ട്? സ്തോത്രം. ഹല്ലേലൂയ. പ്രതിസന്ധിയുടെ ആഴം വർദ്ധിക്കുമ്പോൾ നാം തളർന്നു പോകുകയല്ല. പ്രതിസന്ധിയുടെ ആഴങ്ങൾ വർദ്ധിച്ചു കോളിളക്കം പോലെ കയറി വരുമ്പോൾ സ്തോത്രം നാം പതറിപ്പോകയല്ല. അവിടെ കാണുവാൻ സാധിക്കുന്നു, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തെ ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങൾ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. സ്തോത്രം. അത് നിന്നെ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുന്ന, എരിയുന്ന തീച്ചുളയുടെ നടുവിൽ നിന്ന് നിന്നെ വിടുവിപ്പാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവം കൂടെയുണ്ട്. ഈ പകൽക്കാലം ആ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തയ്യാറാകുന്നുവെങ്കിൽ പ്രിയ ദൈവ പൈതലെ, നിന്നെ വിടുവിക്കേണ്ടതിനായിട്ട് സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. നീ അതിനകത്ത് തകർന്നു പോകുവാനായിട്ട് ദൈവം അനുവദിക്കത്തില്ല. ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, ഇങ്ങനെ പറയുവാനായിട്ട്, അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കില്ല. അതാണ്, അവിടെയാണ് ഉറച്ച ഒരു ഉറപ്പ് കാണുവാൻ സാധിക്കുന്നത്. ഞങ്ങളെ വിടുവിക്കുന്നെങ്കിൽ വിടുവിക്കട്ടെ, വിടുവിച്ചില്ല എങ്കിലും സ്തോത്രം. ആ ഒരു തീക്കകത്ത് വെന്തു പോകേണ്ടതാണ് അവരുടെ ജീവിതമെങ്കിൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ, എങ്കിലും ഞങ്ങൾ വില കൊടുക്കുക. ഹല്ലേലൂയ. എന്ത് ചെയ്യുന്നു? നീ സേവിക്കാൻ പറഞ്ഞതായ അതിനെ സേവിക്കത്തില്ല. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദൈവന്മാരെ സേവിക്കില്ല, രാജാവ് നിർത്തി സ്വർണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്നറിഞ്ഞാലും എന്ന് ഉത്തരം പറഞ്ഞു. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, പലപ്പോഴും നാം പ്രതിസന്ധിയുടെ മധ്യത്തിൽ പലരുടെ വെല്ലുവിളിയുടെ മുമ്പാകെ ഉത്തരമില്ലാതിരിക്കുമ്പോൾ ദൈവം വിടുവിക്കണമെങ്കിൽ വിടുവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുമ്പോൾ ഇവിടെ എബ്രായർ ബാലന്മാരാണ്. ആ ബാലന്മാരുടെ ഉറച്ച പ്രഖ്യാപനം, സാക്ഷ്യം അവിടെ കാണുവാൻ സാധിക്കുന്നത്, ഞങ്ങൾ രാജാവിന്റെ ദൈവന്മാരെ സേവിക്കത്തില്ല, രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്ന് അറിഞ്ഞാലും. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം സ്തോത്രം, പ്രതിസന്ധിയുടെ ആഴം വർദ്ധിച്ചിരിക്കാം, പക്ഷേ അതിന്റെ നടുവിൽ നിനക്ക് ഉറച്ചു നിൽപ്പാൻ കഴിഞ്ഞ, അവിടെ നിനക്ക് ചില സാക്ഷ്യങ്ങൾ ഉയർത്തുവാൻ കഴിഞ്ഞ, ആ സാക്ഷ്യത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ പ്രതിസന്ധിയുടെ നടുവിൽ എന്തെന്ന് കാണുന്ന കേൾക്കുകയും ചെയ്യുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നീ ചിലരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് നിന്റെ ദൈവത്തെ ഉയർത്തുവാൻ തയ്യാറായ, നിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്ന, അവിടെ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുവാനായിട്ട് ഇടയായിത്തീരും. അവിടെ കാണുവാൻ സാധിക്കുന്നു. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നെബൂഖദ്നേസർ രാജാവിന് കോപം കടന്നു വന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. കാരണം എന്താ? ആരും ഇപ്രകാരം ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല, രാജാവിന്റെ കൽപ്പനയെ മറത്തിട്ടില്ല, രാജാവിന്റെ കൽപ്പനയ്ക്കെതിരായി ആരും സംസാരിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ 3 പേർ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ സ്തോത്ര കൽപ്പനയ്ക്ക് കണ്ടു ഭയപ്പെടാതെ വേണം തന്റെ സ്വന്തം ദൈവത്തെ ഭയപ്പെട്ട് നിൽക്കുന്ന 3 ബാലന്മാരെ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോ എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ. നെബൂഖദ്നേസറിന് വളരെയധികം കോപം ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ കാണുവാൻ സാധിക്കുന്നു, അവന്റെ മുഖഭാവം മാറി എന്ന് കാണുവാൻ സാധിക്കുന്നു. ചൂള പതിവായി ചൂട് പിടിപ്പിക്കുന്നത് 7 മടങ്ങ് ചൂട് പിടിപ്പിക്കുവാൻ അവരോട് കൽപ്പിച്ചു. സ്തോത്രം. അടുത്തൊരു കൽപ്പന കടന്നു വരികയാണ്. സ്തോത്രം. സാധാരണ സ്തോത്രം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും വരുമ്പോ തീച്ചൂളക്കിടുക പതിവാണ്. പക്ഷേ ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു, ആ തീയുടെ 7 മടങ്ങ് സ്തോത്രം. അവർക്ക് എന്താണ് അവിടെ മുമ്പിൽ ഉണ്ടായിരുന്ന തീയുടെ അനുഭവം, തീച്ചൂളയുടെ അനുഭവം, അതിന്റെ 10 മടങ്ങ്, അതിന്റെ 7 മടങ്ങ് അവിടെ കാണാൻ സാധിക്കുന്നു. ചൂട് പിടിപ്പിക്കുവാനായിട്ട് കൽപ്പിക്കുന്നു. സ്തോത്രം. പ്രിയ ദൈവമൈതലേ, ചിലതിനു വേണ്ടി ഉറച്ചു നിൽക്കുമ്പോ ആരംഭത്തിൽ ചില പ്രതിസന്ധികൾ കടന്നു വരാം. ആ പ്രതിസന്ധിയുടെ ആഴം 7 മടങ്ങ് വർദ്ധിച്ചെന്ന് കടന്നു വരാം. പക്ഷേ അവിടെയാ സ്തോത്രം നാം പിടിച്ചു നിൽക്കേണ്ടത്, അവിടെയാ ഉറച്ചു നിൽക്കേണ്ടത്, അവിടെയാ ഉറച്ചു നിൽക്കുന്നവർക്ക് വേണ്ടിയാണ് സ്തോത്രം നിന്റെ ദൈവം ആരാണെന്ന് ദൈവം വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരുന്നത്. സ്തോത്രം. ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. രാജകൽപ്പന കർശനമായിരുന്നു. രാജാവിന്റെ കൽപ്പന ആർക്കും എന്ത് ചെയ്യുന്നു? മാറ്റുവാനായിട്ട് കഴിയത്തില്ല. അത്യന്തം ചൂടായിരുന്നു. ശദ്രക്കെയും മേശക്കിനെ അബേദ്നെഗോവിനെയും എടുത്തുകൊണ്ടുപോയ പുരുഷന്മാരെ അഗ്നിജോല ദഹിപ്പിച്ചു കളഞ്ഞു. സ്തോത്രം. ആ ദഹിപ്പിച്ചു കളഞ്ഞ അഗ്നിയിലേക്ക് എത്ര ഈ എബ്രായർ ബാലന്മാരെ ഇടേണ്ടതെന്നൊന്ന് ഓർത്തുകൊള്ളണം. സ്തോത്രം. പക്ഷെ അവരെ കൊണ്ടുപോയതായ ആൾക്കാർ എന്ത് ചെയ്യുന്നു?
പുരുഷന്മാരെ ഈ അഗ്നിചോല ദഹിപ്പിച്ചു കളഞ്ഞു. സ്തോത്രം. തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഇരിക്കും, തീ കൂടി നടക്കുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഇരിക്കും, അഗ്നിചോല നിന്നെ ദഹിപ്പിക്കുകയില്ല. സ്തോത്രം. ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്ര. അവരെ കൊണ്ടുപോയതായ പുരുഷന്മാരെ എന്ത് ചെയ്യുന്നു? അഗ്നിചോല ദഹിപ്പിച്ചു കളഞ്ഞു. സ്തോത്രം. എബ്രായർ ബാലന്മാരെ എന്ത് ചെയ്യുന്നു? ദൈവം വിടുവിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയ ദൈവ പൈതലേ, സ്തോത്രം. ഹല്ലേലൂയ. ഇതാ ദൈവത്തെ ഭയപ്പെടുന്ന അല്ലെങ്കിൽ ദൈവത്തെ സേവിക്കുന്ന ഒരു ദൈവ പൈതന്റെ പ്രത്യേകത ഇവിടെ കാണുവാൻ സാധിക്കുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-2 വാക്യത്തിൽ കാണുന്നു. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവൻ നിന്റെ മീതെ കവികയില്ല, നീ തീ കൂടി നടന്നാ വെന്തു പോകുകയില്ല, അഗ്നിചോല നിന്നെ ദഹിപ്പിക്കുകയില്ല. സ്തോത്ര. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഒരു ദൈവ പൈതന് ഒരു ഉറപ്പുണ്ടായിരിക്കണം, അഗ്നിചോല നിന്നെ ദഹിപ്പിക്കത്തില്ല. ഒരു ദൈവ പൈതന്റെ അഗ്നിചോല ദഹിപ്പിക്കത്തില്ല. സ്തോത്ര. ഹല്ലേലൂയ. പക്ഷെ അതിലേക്ക് കൊണ്ടുപോകുന്നവരെ അഗ്നിചോല ദഹിപ്പിച്ചു കളയും. പക്ഷേ അതിനകത്തും ഹല്ലേലൂയ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഇസ്രായേൽ ജനതയെ ദൈവം വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീർന്നു. ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി ദൈവം തന്റെ മഹാശക്തി കൊണ്ട് ഒരു കിഴക്കൻ കാറ്റ് അടുപ്പിച്ച് ചെങ്കണ്ണെ രണ്ടായിട്ട് വിഭാഗിച്ച് ഉണങ്ങിയ നിലത്തുകൂടി തന്റെ ജനത്തെ പുറത്തു കൊണ്ടുപോകുവാനായിട്ട് ഇടയായി തീർന്നു. ചെങ്കടൽ അവർക്ക് ഒരു വഴി തുറക്കുവാൻ ദൈവം ഇടയാക്കി തീർത്തുവെങ്കിൽ അതേ ചെങ്കടൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മിസ്രൈമിനും കൂട്ടുകാർക്ക് അതൊരു നാശത്തിന് കാരണമായി തീർന്നു. അവിടെ അവരെല്ലാവരും ചത്തു വിടുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയ ദൈവ പൈതലേ, സ്തോത്ര. നീ സേവിക്കുന്ന ദൈവ പൈതലാണെന്ന് ദൈവം തെളിയിക്കുവാനായിട്ട് ഇടയത്തില്ല. നീ ദൈവത്തെ സേവിക്കുന്ന ദൈവ പൈതലാണോ? നിനക്ക് വേണ്ടി തുറക്കുന്ന വഴികൾ പലതുണ്ട്. സ്തോത്ര. അതിൽ കൂടി സ്തോത്രം നിന്നെ തകർക്കുവാൻ നോക്കുന്നവർക്ക് കടക്കുവാനായിട്ട് കഴിയത്തില്ല. സ്തോത്രം. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, ഈ എബ്രായർ ബാലന്മാരെ തീക്കകത്ത് ഇടാൻ കൊണ്ടുപോയ ആ പുരുഷന്മാരെ ഈ അഗ്നിചോല ദഹിപ്പിച്ചു കളഞ്ഞപ്പോ ഈ അഗ്നിക്കകത്ത് വീണ എബ്രായർ ബാലന്മാരെ തന്റെ ഉള്ളം കരത്തിൽ വഹിച്ചതായ ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. നിന്നെ തീക്കകത്ത് ഇട്ടുകൊടുത്തിട്ട് അല്ലെങ്കിൽ തീക്കകത്ത് വെന്ത് അമരുന്നത് കാണുവാൻ നോക്കി നിൽക്കുന്ന ഒരു ദൈവമല്ല. പ്രിയ ദൈവ പൈതലേ, പ്രതിസന്ധിയുടെ ആഴം നിന്റെ ജീവിതത്തിൽ വലുതായിരിക്കാം. പക്ഷേ ആ പ്രതിസന്ധിക്കകത്ത് കിടന്ന് നീ ഇടുവാനേ അവർക്ക് കഴിയത്തുള്ളൂ. പക്ഷേ ആ പ്രതിസന്ധിക്കകത്ത് വല്ല ഒരു കേട് നിനക്ക് പറ്റുവാൻ ദൈവം അനുവദിക്കത്തില്ല. പലതിനകത്തേക്ക് നിന്നെ പിടിച്ചു വലിച്ചു കൊണ്ട് പോകുക, പലതിനകത്തേക്ക് നിന്നെ തള്ളിയിടുവാനായിട്ട് ശത്രുവിന് കഴിഞ്ഞെന്നിരിക്കുക. പക്ഷേ ഞാൻ പറയട്ടെ, അതിനകത്തു നിന്ന് ഒന്നും പറ്റാതെ വേണ, ഒരു കേടും പറ്റാതെ വേണ നിന്നെ സൂക്ഷിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവത്തിന്റെ കരവലയമുണ്ട്. സ്തോത്രം. ആ കരത്തിൽ ഹല്ലേലൂയ. അതുകൊണ്ട് വചനത്തിൽ പറയുന്ന, നീ മനുഷ്യന്റെ കയ്യിൽ വീഴുന്നതിനേക്കാ ദൈവത്തിന്റെ കൈ വീഴുന്നതാ നല്ലത്. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ആ ദൈവത്തിന്റെ കരത്തിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാക്കുക. സ്തോത്രം. ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്, അവരെന്ത് ചെയ്യുന്നു? ആ പുരുഷന്മാർ എടുത്തുകൊണ്ടുപോയ പുരുഷന്മാർ അഗ്നിചോല ദഹിപ്പിച്ചു കളഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം വിശ്വസിക്കുക, ദൈവ പൈതലേ, ഒരു അഗ്നിചോലയ്ക്ക് നിന്നെ ദഹിപ്പിച്ചു കളയുവാൻ കഴിയത്തില്ല. സ്തോത്രം. അതിനകത്ത് നിന്നെ സുരക്ഷിതമായി കരുതുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. സ്തോത്രം. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, സദ്രക് മേശക് അബേദ്നെഗോ എന്ന 3 പുരുഷന്മാരോ ബന്ധിക്കപ്പെട്ടവരായി എരിയുന്ന തീച്ചൂളയിൽ വീണു. സ്തോത്രം. അവരെ ഇടുന്നത് ആ എരിയുന്ന തീച്ചുളക്കകത്ത 7 മടങ്ങ് വർദ്ധിപ്പിച്ചതായ ആ ചൂടിനകത്ത ഈ എബ്രായർ ബാലന്മാരെ ഇടുവാനായിട്ട് ഇടയായി തീർന്നത്. നെബൂഖദ്നേസർ രാജാവ് ഭ്രമിക്കുന്ന ഒരു കാര്യമുണ്ട്. വേഗത്തെ എഴുന്നേറ്റ് മന്ത്രിമാരോട് പറയുന്നു, 3 പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ച് തീയിലിട്ടത് എന്ന് ചോദിച്ചു. അവർ സത്യം തന്നെ രാജാവേ എന്ന് രാജാവിനോട് ഉണർത്തിച്ചു. അതിനവൻ, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു, അവർക്കൊരു കേട് തട്ടിയില്ല, 4-ാമത്തെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നത് കൽപ്പിച്ചു. സ്തോത്രം. പ്രിയ ദൈവ പൈതലേ, നീ ചിലതിനകത്ത് നിൽക്കുവാൻ തയ്യാറായ. ചിലർ ചോദിക്കാം, നിന്നെ ആര് വിടുവിക്കും? ഈ പ്രശ്നത്തിനകത്തുനിന്ന് നിനക്ക് ഒന്ന് പുറത്തു വരുമ്പോ ഒന്ന് കണ്ണടച്ച് കളഞ്ഞുകൂടെ? ഒരല്പസമയത്തേക്ക് നീ ദൈവത്തിൽ നിന്ന് ഒന്ന് മാറി നിന്നുകൂടെ? എന്തൊക്കെയുള്ള ചോദ്യങ്ങൾ കടന്നു വരാം. പക്ഷേ പ്രിയ ദൈവപൈതലേ, സത്യം നാം അറിയുകയും നാം സത്യത്തിന് വേണ്ടി നിൽക്കുകയും ചെയ്യണം. സ്തോത്ര. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ചില സത്യങ്ങൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്ന് നമ്മെ സ്വതന്ത്രരാക്കിയിരിക്കുമ്പോ നാം എന്ത് ചെയ്യുന്നു? വീണ്ടും അടിമ മുഖത്തിലേക്ക് പോകരുത്. സ്തോത്രം. നാം ചിലതിലേക്ക് തിരിഞ്ഞു പോകരുത്. കഷ്ടതയില്ലെന്നല്ല, ജീവിതത്തിനകത്ത് ഒത്തിരി കഷ്ടതകൾ കടന്നു വരും, ഒത്തിരി പ്രയാസങ്ങൾ കടന്നു വരും, ഒത്തിരി വെല്ലുവിളികൾ കടന്നു വരും. ആർക്കും നിന്നെ രക്ഷിപ്പാൻ കഴിയാത്ത പ്രശ്നങ്ങളിൽ മധ്യ കൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും. പക്ഷേ അവിടെ ഇറങ്ങി വരുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ജഡത്തിന് നിന്നോട് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഈ ലോകത്തിലെ ശക്തിക്ക് നിന്നെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ആ ഒരു ഉറപ്പ് ഈ പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. രാജാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീ നടക്കുന്നത് ഞാൻ കാണുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളെ ആര് വിടുവിക്കുമെന്ന ഒരു ചോദ്യമാ കടന്നു വന്നത്. ആ ചോദ്യത്തിന്റെ മുമ്പിൽ ആ രാജാവ് തന്നെ പറയുന്നു, നിനക്കെതിരെ ആരാണ് കൽപ്പന പുറപ്പെടുവിച്ചത്? അവരുടെ കണ്ണുകൊണ്ട് തന്നെ നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവത്തെ കാണുവാനായിട്ടിടയായിത്തീരും. സ്തോത്രം. അവർ തന്നെ സാക്ഷി പറയും. സ്തോത്രം. കെട്ടപ്പെട്ടവരായി ഈ 3 ബാലന്മാർ അതിനകത്തിടുമ്പോ കെട്ടഴിയപ്പെട്ടവരായിട്ട് അതിനകത്ത് വീഴുന്നതിന് മുമ്പേ അവരുടെ കെട്ടുകളെ അയച്ച ദൈവം. ഹല്ലേലൂയ. അതെ, അടിപ്പാൻ യോഗ്യനായിരിക്കുന്ന ദൈവം. പ്രിയ ദൈവം, ഇതിലെ ലോകത്തിന് നിന്നെ കെട്ടുവാനെ കഴിയത്തുള്ളൂ. പക്ഷെ കെട്ടയക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഈ പകൽക്കാലം ഹല്ലേലൂയ ചിലതൊക്കെ കെട്ടി ചിലതിനകത്ത് നിന്നെ കൊണ്ട് ഇടുവാനായിട്ട് ഇടയായിത്തീരുമ്പോ ഈ പകൽക്കാലം പറയട്ടെ, നിന്റെ കെട്ടിനെ അടിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നിന്നെ സ്വതന്ത്രനാക്കുന്ന ഒരു ദൈവമുണ്ട്. നീ ഏതെങ്കിലും മേഖലയ്ക്ക് കെട്ടപ്പെട്ടവനായി കിടക്കുന്നുണ്ടെങ്കിൽ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, കെട്ടിനെ അഴിപ്പാൻ കഴിയുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം നിന്റെ മേൽ ചലിക്കുന്ന പകൽക്കാലം അത്രേ. ഈ ലോകത്തിന് ഒരു ശക്തിക്കും നിന്നെ കെട്ടിവെക്കുവാനായിട്ട് കഴിയത്തില്ല. അവർക്ക് കെട്ടുവാൻ കഴിയും, പക്ഷേ കെട്ടിനെ അടിക്കുന്ന ഒരു ദൈവം, നിന്നെ സ്വതന്ത്രമാക്കുന്ന ദൈവത്തിന്റെ കര ഈ പകൽക്കാലം നിനക്ക് വേണ്ടി ചലിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർക്കൊരു കേടും തട്ടിയില്ല. സ്തോത്രം. ഹല്ലേലൂയ. 4ാമത്തെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. ഇവിടെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 4ാമത്തെ അവർ കാണുന്നു, അവർക്കൊരു കേടും പറ്റിയില്ല. അപ്പൊ കേട് പറ്റും, അഗ്നിജ്വാല ഇവരെ ദഹിപ്പിച്ച് കളയുമെന്നുള്ള ആ ഒരു ചിന്തയോടാണ് രാജാവ് നിൽക്കുന്നത്. കാരണം എന്താ? രാജാവിന്റെ കോപം കടന്നു വന്നോ, ഇവർക്കെതിരെ മുഖഭാവം മാറി എന്നൊക്കെ നമുക്ക് വചനത്തിൽ കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെയാ 7 മടങ്ങ് തീയുടെ ചൂട് വർദ്ധിപ്പിക്കുവാനായിട്ട് പറഞ്ഞത്. അപ്പോൾ അവരുടെ പ്രതീക്ഷ ഇപ്പോൾ ആ അഗ്നിജ്വാല ഇവരെ ദഹിപ്പിച്ചു കളയും എന്ന് കാണുവാൻ നിന്ന കണ്ണുകൊണ്ട് ഇവർക്കൊരു കേടും പറ്റിയില്ല എന്ന് ആ കണ്ണുകൾ കൊണ്ട് കാണുവാനായിട്ട് ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം പറയട്ടെ, നിനക്ക് നാശം വരുമെന്ന്, നിനക്ക് ഇല്ലായ്മ വരുന്നത് കാണുവാൻ നോക്കി നിൽക്കുന്ന കണ്ണുകൾ കൊണ്ട് നിനക്കൊരു കേടും പറ്റിയില്ല എന്ന് കാണത്തക്ക രീതിയിൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ ദൈവം നിനക്ക് വേണ്ടി ചലിപ്പിക്കുവാനായിട്ട് ഇടയെത്തിര. ചില ചെയ്തതായ പ്രതികൂലങ്ങൾ കൊണ്ട് നിന്റെ ഭവനം ഇന്ന് വേദനയുടെ മധ്യത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം, തകർച്ചയുടെ മധ്യത്തിൽ കൂടി കടന്നു പോകുന്നുണ്ടായിരിക്കാം, ചില ഭാരമേറിയ വിഷയത്തിന്റെ മേ കടന്നു പോകുന്നുണ്ടായിരിക്കാം. ഇതിനകത്ത് നീ തകർന്നു പോകുമെന്ന്, ഇതിനകത്ത് നീ പുറത്തു വരികയില്ല എന്നും പറഞ്ഞ് അത് കാണുവാനായിട്ട് ലോകം നോക്കി നിൽക്കുമ്പോ അവരുടെ കണ്ണുകൊണ്ട് നിനക്കൊരു കേടും പറ്റിയില്ല എന്ന് പറയത്തക്ക രീതി അവരുടെ കണ്ണുകൊണ്ട് തന്നെ ആരാണ് നിന്റെ ദോഷം കാണുവാൻ ആഗ്രഹിച്ചത്, ആരാണ് നിന്റെ നാശം കാണുവാൻ ആഗ്രഹിച്ചത്, അവരുടെ കണ്ണുകൊണ്ട് തന്നെ നിനക്കൊരു കേടും പറ്റിയില്ല എന്ന് കാണത്തക്ക രീതി എന്റെ ദൈവത്തിന്റെ കരത്തെ ദൈവം നിനക്ക് വേണ്ടി ചലിപ്പിക്കുവാനായിട്ടിടയെത്തിരും. പ്രിയ ദൈവപൈതലേ, കാരണം നീ ആരാ? നീ ദൈവത്തിന്റെ ഉള്ളം കരത്തിലായിരിക്കുന്നത്. സ്തോത്ര. ഹല്ലേലൂയ. ആ ഉള്ളം കരത്തിലിരിക്കുന്ന നിന്നെ ഒരു അഗ്നിക്കോ ഒരു പ്രതിസന്ധിക്കോ ദഹിപ്പിച്ചു കളയുവാൻ കഴിയത്തില്ല. ഒരു പ്രതിസന്ധിക്ക് നിന്നെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. അവന്റെ 4ാമത്തെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. സ്തോത്രം. ഇവിടെ എന്താ രാജാവ് ചോദിക്കുവാനായിട്ടിടയത്തിരുന്ന, നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവൻ ആരെന്നൊരു ചോദ്യം ചോദിച്ചുവെങ്കിൽ ഈ വാക്യത്തിനകത്ത് അതിന്റെ മറുപടിയുണ്ട്. 4ാമത്തെ രൂപം ഒരു ദൈവപുത്രനോട് തുല്യനന്ത്. ഹല്ലേലൂയ. അതേ, നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവപുത്രനുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. ഈ പൽക്കാലം വിശ്വസിക്കാമോ?
ആരും നിന്നെ വിടുവിക്കാൻ കാണണ്ട, ആരും നിന്നെ രക്ഷിപ്പാൻ കാണണ്ട. പക്ഷേ ദൈവപുത്രന് തുല്യനായവനെ, ദൈവപുത്രനെ തന്നെ, സാക്ഷാ ലോക രക്ഷിതാവിനെ തന്നെ നമുക്ക് വേണ്ടി നമ്മുടെ പ്രതിസന്ധിയുടെ നടുവേ ഇറക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ പ്രശ്നങ്ങളുടെ പ്രതികൂലത്തിന്റെ മധ്യത്തിലൊക്കെ ആര് നമ്മെ വിടുവിക്കുമെന്ന് ചോദിച്ചപ്പോ ആരും സഹായത്തിനായിട്ടില്ലാതിരുന്നപ്പോഴും അവിടെ ഇറങ്ങി വന്ന കർത്താവിന്റെ കരമില്ലേ? സ്തോത്രം. ഈ പൽക്കാലം പ്രിയ ദൈവ പൈതലേ, ആ കർത്താവിന്റെ കരം നിന്നെ തൊടും. ഹല്ലേലൂയ. നീ ആയിരിക്കുന്ന പ്രശ്നങ്ങൾ നടുവിൽ നിന്ന് ഒരു കേടും പറ്റാത്തവണ്ണം നിന്നെ പുറത്തെടുക്കുന്ന ഒരു ദൈവത്തിന്റെ കരം. ഹല്ലേലൂയ. യഹോവയുടെ വലം കൈ ഉയർന്നിരിക്കുന്നു, യഹോവയുടെ വലം കൈ വീര്യം പ്രവർത്തിക്കും. ഹല്ലേലൂയ. അതേ നീട്ടിയ പൂച്ചത്താ ഹല്ലേലൂയ നിന്നെ താങ്ങുന്ന ഒരു ഭുജബലമുണ്ട്. സ്തോത്ര. ആ കൈക്കീലൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? സ്തോത്രം. ഭാരപ്പെട്ടു പോകരുതേ. ഹല്ലേലൂയ. ഉറപ്പും ധൈര്യത്തോടും ഈ പകൽക്കാലമായിരിക്കുക. സ്തോത്ര. അടുത്ത് നമുക്ക് 27 വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു. രാജാവ് ഇത് പറഞ്ഞു തീർന്നു കഴിയുമ്പോ അടുത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആ തീയിൽ നിന്ന് പുറത്തു വരുവാനായിട്ട് ഇടയായി തീർന്നു. പ്രധാന ദേശാധിപന്മാരും രാജാക്കന്മാരും, സ്തോത്ര, സംസ്ഥാന ദേശാധിപന്മാരും രാജമന്ത്രിമാരും ഒക്കെ വന്നുകൂടി. എന്തിനാ? ഇവരാണ് എന്ത് ചെയ്തത്? ആരോട് പറഞ്ഞത്? രാജാവിനോട് പറഞ്ഞത് ഇങ്ങനെ 3 ബാലന്മാരുണ്ടെന്ന്, അവര് ദൈവത്തെ സേവിക്കുന്നില്ല എന്നൊക്കെ, അവര് രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ സേവിക്കുന്നില്ല എന്നും രാജാവിനോട് പറഞ്ഞ് ഈ രാജകൽപ്പനയൊക്കെ എഴുതിപ്പിക്കുവാൻ ഇടയാക്കി തീർന്നു ഇവരത്രേ. അടുത്ത രാജാവ് കണ്ടു കഴിഞ്ഞപ്പോ അടുത്ത് ഇവരെല്ലാരും വരുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ആരെല്ലാം നിനക്കെതിരായി കൂട്ടുകെട്ട് നിന്ന് ഒരുക്കി കഴിഞ്ഞാലാ അവരെ എല്ലാം കൊണ്ട് നിന്റെ വിടു തന്നെ കാണിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. ആരും കാണാതെ നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമല്ല. ആരെല്ലാം നിനക്കെതിരെ രേഖ എഴുതിയാലാ അതിന്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞാലാ അവരുടെ എല്ലാവരുടെ കണ്ണുകൊണ്ട് നിനക്കൊരു കേടും പറ്റുന്നില്ല എന്ന് പറയിപ്പിക്കുക അവരുടെ കണ്ണുകൊണ്ട് തന്നെ കാണിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഹല്ലേലൂയ. ഞാനും നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, ആ ദൈവത്തെ സേവിക്കുക, നമ്മുടെ സർവശക്തനായ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. സ്തോത്രം. ആ പുരുഷന്മാരോട് അവർ വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ പുരുഷന്മാരുടെ ദേഹത്തിന് തീ പിടിക്കാതെയും അവരുടെ തലമുടി കരിയാതെയും കാൽച്ചൊട്ടയ്ക്ക് കേടുപറ്റാതെയും അവർക്ക് തീയുടെ മണം പോലും തട്ടാതെയും ഇരിക്കുന്നത് കണ്ടു. രാജാവ് കണ്ട കാര്യം എന്താണ്? സ്തോത്രം. ഹല്ലേലൂയ. അവർക്കൊരു കേടും പറ്റിയില്ല എന്ന് രാജാവ് കണ്ട്, രാജകൽപ്പന പുറപ്പെടുവിച്ച രാജാവ് കണ്ടു ഇവർക്കൊരു കേടും പറ്റിയില്ല എന്ന്. അടുത്ത് ഈ രാജകൽപ്പനയിലേക്ക് പുറപ്പെടുവിക്കുവാനായിട്ട് കാരണമാക്കി തീർത്ത ദേശാധിപന്മാരും പ്രധാന ദേശാധിപന്മാരും പറയുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ തലമുടി കരിഞ്ഞു പോയിട്ടില്ല, കാൽച്ചട്ടയ്ക്ക് കേടു പറ്റിയില്ല, അവർക്ക് തീയുടെ മണം പോലും തട്ടാതെയും ഇരിക്കുന്നത് കണ്ടോ. പ്രിയ ദൈവ പൈതലേ, അല്പസമയം നീ തീയുടെ അനുഭവത്തിൽ കൂടി കടന്നു പോയെന്നിരിക്കാം, പക്ഷേ അതിനകത്തൊരു കേടും പറ്റിയില്ല എന്ന് അതിനെതിരായി നിനക്കെതിരായി ആരെല്ലാം പ്രവർത്തിച്ചോ അവരുടെ കണ്ണുകൊണ്ട് കാണത്തക്ക രീതിയെ ഹല്ലേലൂയ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. വെറുതെ പോകുന്ന ഒരു ദൈവമല്ല. ആരാണ് നിനക്കെതിരായി പ്രവർത്തിച്ചത് അവരെ എല്ലാം കൊണ്ട് ദൈവം കാണിക്കും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമത്രേ. അടുത്ത് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ നെബൂഖദ്നേസർ രാജാവ് കൽപ്പിച്ച ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. സദ്രക്കിന്റെ മേശക്കിന്റെ അബേദ്നെഗോവിന്റെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ഹല്ലേലൂയ. തന്നിൽ ആശ്രയിക്കുകയും സ്വന്തം ദൈവത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെ സ്തോത്രം സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കത്തക്കവണ്ണം രാജാവിന്റെ കൽപ്പന കൂടി മറുത്ത് തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത തന്റെ ദാസന്മാരെ അവൻ സ്വദൂതനെ അയച്ച് വിടുവിച്ചുവല്ലോ. സ്തോത്രം. പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം വിശ്വസിക്കാമോ? ഉറച്ചു നിൽക്കാമോ? സ്തോത്രം. നാം കർത്താവിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറായ സ്വദൂതനെ ദൈവം നമുക്ക് വേണ്ടി അയക്കും. ഏത് പ്രതിസന്ധിയുടെ നടുവിലാകട്ടെ, ഏത് തീച്ചുള്ളയുടെ നടുവിലായിക്കൊള്ളട്ടെ. ഹല്ലേലൂയ. ചില രോഗങ്ങൾ കടന്നു വരുമ്പോ, ചില പ്രയാസങ്ങൾ കടന്നു വരുമ്പോ ചിലർ പറഞ്ഞിരിക്കാം സ്തോത്രം. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ നിന്റെ മുമ്പിൽ നിൽക്കുകയല്ലേ, നീ അത് വന്ന് ചെയ്യേ, മറ്റത് വേറൊരു കാര്യം കൂടെ ചെയ്യേ. ഹല്ലേലൂയ. അവിടുന്ന് ഒരു വിടുതൽ പ്രാപിക്കുക. നീ വളരെ വേറെ പ്രശ്നങ്ങൾക്കൊന്നും ഇടയായി തീരത്തില്ല. പക്ഷെ ഞാൻ പറയട്ടെ,
പ്രിയ ദൈവമക്കളെ, പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോ നാം ദൈവത്തിൽ നിന്ന് ഓടി മാറുകയല്ല ചെയ്യേണ്ടത്, അതിനകത്ത് ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. നമ്മെ കഴിഞ്ഞ നാളുകൾ, അതുകൊണ്ട് എബ്രായർ ബാലന്മാർ പറഞ്ഞ നമ്മെ വിടുവിച്ച ദൈവം, ഹല്ലേലൂയ, കഴിഞ്ഞ നാളുകളിൽ ആരും നിന്നെ സഹായിപ്പാൻ ഇല്ലാതിരുന്നപ്പോ നിന്നെ വിടുവിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ നാം സേവിക്കുവാൻ തയ്യാറായ, ആ ദൈവത്തിന്റെ സന്നിധി നാം ഉറച്ചു നിൽക്കുവാൻ തയ്യാറായ, സ്തോത്രം. നിന്നെ വിടുവിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. രാജാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ഈ പകൽക്കാലം പറയട്ടെ, ചില പ്രതിസന്ധികളും ചില പ്രയാസങ്ങളും നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വന്നത് നിന്നെ അതിനകത്ത് തകർത്ത് കളയുവാനല്ല, നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവനെന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കുവാനത്രേ. ഈ പകൽക്കാലം ഉറച്ചു വിശ്വസിക്കാമോ? ഹല്ലേലൂയ. ആ പ്രശ്നത്തിന്റെ മധ്യത്തിൽ നിന്നെ ഒറ്റയ്ക്ക് വിടുകയില്ല. ആ പ്രശ്നത്തിന്റെ നടുവിൽ നിന്നെ ദൈവകരത്തിൽ വഹിക്കും. മറ്റുള്ളവർ കാണും നിന്നെ വിടുവിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന്. ആ പ്രശ്നത്തിന്റെ അകത്തുനിന്ന് വിടുവിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ടെന്ന് ദൈവം തെളിയിക്കുവാനായിട്ടിടയത്തിലും. നിനക്കെതിരെ ആരെല്ലാം കൽപ്പനകൾ എഴുതിയോ, നിനക്കെതിരെ ആരെല്ലാം കൂട്ടുകെട്ടുണ്ടാക്കിയോ, അവരുടെ കണ്ണുകൊണ്ടൊക്കെയും നിന്റെ വിടുതന്നെ കാണുവാനായിട്ടിടയായിത്തീരും. സ്തോത്ര. അവർ ഓരോന്ന് എണ്ണി എണ്ണി പറയുവാനായിട്ടിടയത്തിലും. അവരുടെ ജീവിതത്തിൽ ആരോഗ്യത്തിന് ഒരു കേടും പറ്റിയില്ല, അവരുടെ സമ്പത്തിനൊന്നും പറ്റിയില്ല, അവരുടെ സ്തോത്ര ഫിനാൻഷ്യൽ മേഖലയ്ക്കകത്തൊന്നും പറ്റിയില്ല, ബിസിനസ് മേഖലയ്ക്കൊന്നും പറ്റിയില്ല, അവരുടെ തലമുറയ്ക്കൊന്നും പറ്റിയില്ല എന്ന് അവർ എണ്ണി എണ്ണി പറയത്തക്ക രീതിയിൽ സ്തോത്ര എന്റെ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുവാനായിട്ടിടയെത്തുക. ഈ പകൽക്കാലം സ്തോത്ര ഹല്ലേലൂയ. പ്രതിസന്ധി നിന്നെ വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം, പ്രതികൂലം നിന്നെ തളർത്തുന്നുണ്ടായിരിക്കാം. ഞാൻ ഇറങ്ങി തിരിച്ചിട്ട് ഇതാണല്ലോ കടന്നു വന്നതെന്ന് ചോദ്യം കടന്നു വരുന്നുണ്ടായിരിക്കാം. പക്ഷെ ആ പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന് ഒരു കേടും പറ്റാതവണ നിന്നെ വിടുവിച്ചു പുറത്തു കൊണ്ടുവരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. അതേ, നമ്മുടെ അഗ്നി ജ്വാലയെ ദഹിപ്പിച്ചു കളയുന്നതായ ദൈവം. ഹല്ലേലൂയ. അഗ്നിക്ക് അപ്പുറമായിട്ട് ശക്തിയുള്ള ഒരു ദൈവം അത്രേ ഉള്ളത്. തിരുവചനത്തിൽ പറയുന്നു, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിച്ചു കളയത്തില്ല. ഹല്ലേലൂയ. നിന്നെ ദഹിപ്പിച്ചു കളയുവാൻ, ഒരു ശത്രുവിനും തകർത്ത് കളയുവാൻ വിട്ടുകൊടുക്കുന്ന ഒരു സർവശക്തനായ ദൈവമല്ല. സ്തോത്രം. ഹല്ലേലൂയ. ആ പ്രതിസന്ധിയുടെ ആഴത്തിന് അറിയുന്നതായ ദൈവം, ആ തീയുടെ ശക്തി അറിയുന്നതായ ദൈവം. ആ എബ്രായർ ബാലന്മാരെ ബന്ധിച്ച് അതിനകത്തിടുമ്പോഴും അതിന്റെ കെട്ടുകൾ അഴിയപ്പെട്ടവരായി അതിനകത്ത് നടക്കുവാൻ ഇടയാക്കി തീർത്തുവെങ്കിൽ അവർ കൂട്ടിയ മാനുഷികമായ ബുദ്ധിയിൽ നിന്നും 7 മടങ്ങ് ചൂളയുടെ തീ കൂട്ടിയപ്പോ ആ തീയേക്കാൾ ഓവർകം ചെയ്യുന്ന പവറുള്ള സർവശക്തനായ ദൈവത്തിന്റെ അഗ്നി അതിനകത്ത് ഇറങ്ങി. ഓ ജീസസ്, ഈ പകൽക്കാലം ആർക്കൊക്കെയോ വേണ്ടി ദൈവത്തിന്റെ അസാധാരണമായ സാന്നിധ്യം ഈ പൽക്കാലം നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോകിയ. ഈ ലോകത്തിലെ ഒരു ശക്തിക്കും നിന്നെ തകർക്കാൻ കഴിയത്തില്ല എന്ന് ലോകം തിരിച്ചറിയത്തക്ക രീതി ഈ ലോകമിട്ടിരിക്കുന്ന ശക്തിയുടെ മീതെയാണ് ദൈവത്തിന്റെ ശക്തി എന്ന് വെളിപ്പെടുത്തത്തക്ക രീതി ദൈവത്തിന്റെ കര, പ്രിയ ദൈവ പൈതലേ, നിനക്ക് വേണ്ടി പരിശുദ്ധാത്മ വെളിപ്പെടുത്താൻ പോകുക. ഹല്ലേലൂയ. ഈ ലോകത്തിലെ അധികാരികൾക്കും ഈ ലോകത്തിലെ ഉള്ളവർക്കും 7 മടങ്ങ് തീ വർത്തിക്കുവാനേ കഴിഞ്ഞോളൂ. പക്ഷെ നമ്മുടെ ദൈവം അഗ്നിജ്വാലയ്ക്കൊത്ത ദൈവമത്രേ. ഹല്ലേലൂയ. അഗ്നിജ്വാലയ്ക്കൊത്തുള്ള കണ്ണുള്ള ദൈവമത്രേ. ആ ദൈവത്തിന്റെ കരിയത്രേ, ആ ദൈവത്തിന്റെ ശക്തി എത്രേ, ആ ദൈവത്തിന്റെ പവർ എത്രേ എബ്രായർ ബാലന്മാർക്ക് വേണ്ടി വെളിപ്പെട്ടത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഓടി മാറരുതേ. സ്തോത്രം. നീ ദൈവത്തിൽ ആശ്രയിച്ച് ഉറച്ചു നിൽക്കേ. നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ രക്ഷിപ്പം പ്രാപ്തനായ ഒരു ദൈവമുണ്ട്, ശത്രുവിന്റെ കരത്തിൽ നിന്ന് ഒരു കേടും പറ്റാത്തവണ്ണം വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ചില വെല്ലുവിളികൾ കടന്നു വരുന്നുണ്ടായിരിക്കാം. നിന്നെ ആര് വിടുവിക്കും? നിന്നെ ആര് രക്ഷിക്കും? നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിന്റെ ജീവിതം എന്തായിത്തീരും? സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യരല്ല നിന്റെ ജീവിതത്തെ കുറിച്ച് വിധി എഴുതേണ്ടത്, മനുഷ്യരെഴുതുന്ന വിധികളെ തിരുത്തി എഴുതുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ചിലപ്പോൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ പറഞ്ഞിരിക്കാം, നീ ഇറങ്ങിത്തിരിച്ച നിന്റെ തലമുറയുടെ ഭാവി എന്തായിത്തീരും എന്നുള്ള ചോദ്യങ്ങൾ കടന്നു വരാം. പക്ഷേ നിന്റെ ഗർഭത്തിനകത്ത് നിന്റെ തലമുറയെ ഉരുവാക്കുന്നതിന് മുമ്പേ അവരുടെ ഭാവി എഴുതി വെച്ച ഒരു ദൈവമുണ്ട്. പ്രിയ ദൈവമക്കളെ, ഈ ജീവിത യാത്രയുടെ മധ്യത്തിൽ നീ കർത്താവിനെ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ ആ കർത്താവിന് വേണ്ടി ഉറച്ചു നിൽക്കെ. നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. അതേ, സ്തോത്രം. ഹല്ലേലൂയ. ദൈവവചനത്തിൽ കാണുന്നു, പ്രതിസന്ധിയുടെ നടുവിൽ സ്വദൂതനെ അയച്ച് വിടുവിക്കുന്ന ഒരു ദൈവം. ഈ പകൽക്കാലം നിങ്ങൾ കടന്നു
പോകുന്ന പ്രതിസന്ധിയുടെ നടുവിൽ ആർക്കും നിന്നെ വിടുവിക്കാൻ കഴിയത്തില്ലായിരിക്കാം, ആർക്കും അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കഴിയത്തില്ലായിരിക്കാം. പക്ഷേ ദൂതനെ ദൈവം നിങ്ങൾക്ക് വേണ്ടി അയക്കും. ആ ദൈവം നിങ്ങളെ വിടുവിച്ച് പുറത്തെടുക്കുവാനായിട്ട് ഇടയായിത്തീരും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം ശ്രമിക്കുന്നവരുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രതിസന്ധിയുടെ ആഴം വർദ്ധിക്കുമ്പോഴും 7 മടങ്ങ് തീച്ചുളയുടെ ശക്തി വർദ്ധിച്ചപ്പോഴും ആ തീയേക്കാൾ പവറുള്ള സർവശക്തിന്റെ കരം അതിനകത്ത് വെളിപ്പെട്ടു വന്നതുപോലെ കർത്താവെ, ഇവർ ദൈവത്തിനു വേണ്ടി നിൽക്കുമെന്ന് പറയുമ്പോ ഇവർക്കെതിരായി കൽപ്പനകൾ പുറത്തു വന്നെന്നിരിക്കാം, തീരുമാനങ്ങൾ എഴുതി ചേർത്തെന്നിരിക്കാം. പക്ഷേ കർത്താവെ, ആ തീരുമാനത്തിന് അപ്പുറമായിട്ട് പ്രവർത്തിപ്പാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ടെന്ന് തെളിഞ്ഞു വരുന്ന പകൽക്കാലമായി തീരട്ടെ. കർത്താവെ, ആരാണ് ഇവർക്കെതിരായി കൽപ്പനകൾ പുറപ്പെടുവിച്ചത്, ആരാണ് ഇവർക്കെതിരായി കെട്ടുവാനിടയായിത്തീർന്നത്, അവരുടെ കണ്ണ് കൊണ്ട് ഈ അവർ എഴുതിയതായ കൽപ്പന മുഖാന്തര ഇവർക്കൊരു കേടും പറ്റിയില്ല എന്ന് കാണത്തക്ക രീതി എന്റെ കർത്താവിന്റെ കരം ചലിക്കട്ടെ. നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവരെന്ന് അവരുടെ നാവ് കൊണ്ട് പറയത്തക്ക രീതി പരിശുദ്ധാത്മാവിന്റെ കരം ഈ പകൽക്കാലം തന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. കർത്താവേ, തന്നിൽ ആശ്രയിക്കുന്ന, അങ്ങേ സേവിക്കുന്ന ദൈവജനത്തിനു വേണ്ടി ദൈവത്തിന്റെ കരം ഈ പൽക്കാലം വെളിപ്പെടണം. സ്വർഗം അത്ഭുതം ചെയ്യണം. ദൈവത്തിന്റെ പ്രവൃത്തിക്കായിട്ട് ഏൽപ്പിച്ചു തരുന്നു. അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇവരെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്ര മഹത്വം അങ്ങേക്കായി തരുന്നു, യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.